അതിരാവിലെ എണീക്കുമ്പോഴുള്ള വെള്ളം കുടി എനിക്കൊരു ശീലമാട്ടോ. അത് ഏത് രോഗത്തെയും പ്രതിരോധിക്കും. കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീ ആണ്. പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടോ. കിച്ചണിലെ ജോലി കഴിഞ്ഞാലാണ് എൻ്റെ യഥാർത്ഥ ജോലി തുടങ്ങുന്നത്. ഉപയോഗിക്കുന്ന പാത്രങ്ങളും സ്റ്റൗവും എല്ലാം ഒരു 25 വർഷത്തെ പഴക്കമുള്ളവയാണ്. ഞാൻ മാത്രം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വളരെയധികം കേടുപാടുകളൊന്നുമില്ലാതെ കൊണ്ടുപോകുന്നു. ആദ്യമേ തന്നെ ചായ അടുപ്പിൽ വെച്ചതിന് ശേഷം റൈസ് കുക്കറിലുള്ള ചോറ് എടുത്ത് ഒന്നുകൂടി വേവാൻ വെക്കും. ഞാൻ എണീറ്റത് അറിഞ്ഞതുകൊണ്ട് നമ്മുടെ മിട്ടുവാണ് ഈ കരയുന്നത് കേട്ടോ. അവനുള്ള പാലും കൂടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഓരോരുത്തരും ചെയ്യേണ്ടത് സ്വയം ചെയ്തു തീർക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം നിർവഹിക്കണമെന്നുള്ളതാണ്. ഇവിടെ ഞാനും ഏട്ടനും മാത്രം ഇപ്പോൾ ഉള്ളതിനാൽ വീട്ടിലെ പണിയെല്ലാം അരമണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ചെയ്തു തീർക്കും. ഏട്ടന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പുട്ട് മതി. ഏറ്റവും ഇഷ്ടം എന്ത് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുക പുട്ട് മതി എന്നാണ്. അതുകൊണ്ട് തന്നെ ജോലിക്കുരുകളില്ല കേട്ടോ എനിക്ക്. വീണ്ടും മിട്ടുവിൻ്റെ കരച്ചിലാണ് നിങ്ങളീ കേൾക്കുന്നത്. അത് പാല് കൊടുക്കാത്തതിൻ്റെയാണ്. പാല് കുഞ്ഞാണ്, 2 മാസമായതേ ഉള്ളൂ ഞങ്ങളുടെ മിട്ടുവിന്. പാലൊന്ന് എടുത്ത് ആറിയതിന് ശേഷമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. കുറച്ച് പാൽ മാത്രം വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കും. അതിന് ബാക്കിയാണ് ചായ ഇടുക. പഞ്ചസാരയും മറ്റെല്ലാ ഇനങ്ങളും ഞാൻ കുപ്പിയിലാണ്, പൊട്ടുന്ന പാത്രത്തിലാണ് സൂക്ഷിക്കാറ്. അത് 1 ലിറ്ററിൻ്റെ ആയാലും 2 ലിറ്ററിൻ്റെ ആയാലും എല്ലാം. ഈ കുപ്പികളെല്ലാം അടുത്തുള്ള സോമൻ സാറിൻ്റെ കടയിലുണ്ട്. അടുക്കളയിൽ അധികം സ്പെൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടും വേഗം ജോലി തീർത്ത് അടുക്കളയിൽ നിന്ന് പോരും. നമ്മളെല്ലാത്തിനും ഒരു സമയകൃത്യത പാലിച്ചാൽ അത് ചെയ്തു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യുക. ചെറിയ കുട്ടികൾ നമ്മളോട് ശാഠ്യം പിടിക്കാറില്ലേ? അമ്മേ ഇന്നത് വേണം എന്നും പറഞ്ഞ് അത് കൊടുക്കുന്നിടം വരെയും കുട്ടികൾക്ക് നിർത്താതെ കരയും. ആ ആഗ്രഹം കുട്ടികൾക്ക് സാധിച്ചു കൊടുക്കാറില്ലേ നമ്മൾ? അതുപോലെ തന്നെ നമ്മളും ആ ആഗ്രഹം വളർത്തുക, സ്വയം ഒരു തീരുമാനത്തിലെത്തുക. നമുക്ക് സാധിക്കും എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുക. അത് സാധിക്കും. അതായത് 1 മണിക്കൂർ കൊണ്ട് ജോലി തീർക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് സാധിച്ചിരിക്കും. എന്ത് കഴിച്ചാലും പഴമക്കാർ പറയുന്നത് ഇരുന്ന് കഴിക്കണമെന്നാണ്. അങ്ങനെയാണ് ഞാനും. ഏത് ആഹാരവും ഇരുന്ന് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ രുചി അറിയൂ. ഞാൻ ചായ കുടിക്കുമ്പോഴത്തേനും വന്നു കേട്ടോ ഞങ്ങളുടെ അതിഥികൾ. രാവിലെ തന്നെ കരിയിലക്കിളിയാണ്. ഒരു 10 കിളികളോളം ഉണ്ട് ചെടിക്കിടയിൽ. എന്ത് രസമാണെന്നോ കേൾക്കാൻ. അത് പാത്ത് നിന്നാണ് ഞാൻ കേൾക്കാറ്. അടുത്തോട്ട് ചെന്നാൽ ഇതെല്ലാം പറന്നോടുക തന്നെ ചെയ്യും. വീണ്ടും അടുക്കളയിൽ കയറി കെറ്റിലിനകത്താണ് ഞങ്ങൾ വെള്ളം തിളപ്പിക്കാറ്.
അത് രാവിലെയുള്ള കരിയിലക്കിളികളുടെ ശബ്ദം കേൾക്കാൻ എന്ത് രസമാണല്ലേ. അത് കേട്ടുകൊണ്ട് ജോലി ചെയ്യുക എന്നത് തന്നെ മനസ്സിന് ഭയങ്കര കുളിർമയുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പിച്ചി വെച്ചിരുന്ന കാന്താരികളും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പ് ഇട്ട് കഴുകി ഉപ്പിട്ട് ഒരു ഭരണിയിൽ സൂക്ഷിക്കുകയാണ്. ഏട്ടൻ ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ കാന്താരി കഴിക്കും കേട്ടോ. മിട്ടുവിൻ്റെ അനക്കം ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. നമുക്കൊന്നും പോയി നോക്കിയിട്ട് വരാം. മിട്ടുവിന് പാലൂച്ചാന്നോ? ചൂച്ചോ പാലൂച്ചോ? എൻ്റെ പൊന്ന് പാലൂച്ചുവാന്നോ? പൊന്നായേ പാലൂച്ചു വന്നോടാ. കിഴക്ക് മുറ്റത്ത് കുറച്ച് അതിഥികൾ കൂടി ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ചോറ് തലേന്ന് രാത്രി ഇട്ട ചോറാണ്. ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കും. അതുങ്ങൾ രാവിലെ വന്ന്, അതുങ്ങളെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും എന്നാണ് ഏട്ടൻ പറയാറിവിടെ. അലക്കുവാനുള്ള തുണികളെല്ലാം അയക്കി മെഷീനിൽ അരമണിക്കൂർ ഇട്ടതിന് ശേഷം കുളിക്കാനിരുന്നു കേട്ടോ. എൻ്റെ ഇനിയുള്ള ജോലികളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. എല്ലാവർക്കും തുടർന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ലേ? കാണണേ എല്ലാവരും. താങ്ക് യു.